welcome back to our YouTube channel again. അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഫിലഡൽഫിയയിലെ പെൻസിൽവാനിയയിലെ പോക്കറോസ് മൗണ്ടനിലെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ചലഞ്ചിനാണ്. വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഔട്ട്ഡോർ വിനോദമാണ്. ആക്ച്വലി ഇച്ചിരി കുറച്ച് ഡേഞ്ചറസുമാണ്. എന്ന് വെച്ചാൽ റാഫ്റ്റിനകത്ത് കാറ്റൊക്കെ നിറച്ചൊരു റാഫ്റ്റിനകത്ത് നമ്മൾ ഈ പുഴയിലൂടെ വെള്ളക്കെട്ടുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആ പുഴയുടെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് തുഴഞ്ഞ് ഒക്കെ പോകുന്ന എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യുന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്ഡോർ എൻ്റർടൈൻമെൻ്റ് ആണ് ഈ വൈറ്റ് വാട്ടർ ചലഞ്ചേഴ്സ്. അപ്പം ഈ കൊറോണയുടെ എഫക്റ്റ് ഒക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇത് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ആരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളതെന്നൊക്കെ. അപ്പം റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. ഗ്രൂപ്പ്സ് ആയിട്ട് വെയിറ്റ് അനുസരിച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും. എന്നിട്ട് ഈ സാധനം വെച്ച് ചെറുതായിട്ട് തൊഴിലുകൊണ്ട് ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ഗ്രൂപ്പിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർ ഇതിനെക്കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഹായ്, ഇത് ആൽവിൻ, ഇത് ആൽബി, ഇത് പ്രിയ, ഇത് ഡൈന, ഇത് പ്രിറ്റി, ഇത് റീത്തു. അപ്പൊ ഇത്രയും പേരാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ചിന് പോകുന്നത്. ചലഞ്ചൊന്നും അല്ല, വെറുതെ ഒരു ചെറുതായിട്ടൊരു ഫ്ലോ ഉള്ളതാണ് ഇവരൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കും നമുക്ക് നോക്കി കാണാം. ഈ വാട്ടർ റാഫ്റ്റിംഗ് എന്നത് ഡാം വാട്ടർ ചലഞ്ച് ഉണ്ട്, സാധാരണ രീതിയിൽ സാധാരണ ഒഴുക്കുള്ള വെള്ളത്തിലൂടെ പോകുന്ന റാഫ്റ്റിംഗ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് ഇതിനെ ഒരു 6 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ക്ലാസ് 1 ഏറ്റവും എളുപ്പമായിട്ട് പോകുന്നതും ക്ലാസ് 6 പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്കത് തുഴഞ്ഞു പോകാനും. അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പോൾ അതിൻ്റെതായ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഇവർ നമുക്കുള്ളോട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ടീം. അപ്പം ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓൺലൈനിൽ ഇവരുടെ വെയ്വർ ഫോം സൈൻ ചെയ്ത് കൊടുക്കണം. അത് അവരുടെ ലിങ്ക് ഓൺലൈനിൽ അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ സുരക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇവർ ഈ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ചലഞ്ച് നടത്തുന്നത്. അവിടെ ഞങ്ങൾക്ക് വളരെ എനർജറ്റിക്കായ വൈബ്രൻ്റായ ബ്യൂട്ടിഫുൾ ഒരു ടൂർ ഗൈഡിനെ പരിചയപ്പെട്ടു. മെലഡി എന്നാണ് അവരുടെ പേര്. അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ. Alright, Melody, we are doing a small YouTube vlog, or you can explain what did you like out here and what is White Water Challenge all about. Okay, well, I love it up here. I came up here as a guest the first time. Oh, really? And they told me about the guide training program. I had 0 experience in whitewater. And I came back, took the training, became a guide, and this is my 26th, 27th season working here. Wow. I love it. I love the people side, talking to people, even just as much as being out on the water. The Lehigh is a great beginner river. It's a great place to start. Bring your family. And Whitewater Challengers also outfits on bigger rivers in New York State. So if you want to graduate from here to bigger challenges, you can absolutely do that. Yeah, I see. Like when I was reading about this one, I did see like different levels of difficulties, and it's like according to that, it's like a 1 to 6 or something. Yeah, the Lehigh is a good class 2, 3 river. I'd say maybe more like it has a couple of 3 features than it's a 3 river. So it's great for families. Yeah. Today is a low water day, so it's going to be more family style. Yeah. But when we get a lot of rain, it can get pretty fun out there too. Well, it's always fun. Always fun, just different kinds of fun. And how much the population coming up here? Like a lot of family coming over here, or you? We get families, we get scouts, we get all kinds. I mean, I came up with my girlfriends. We were in our mid-20s when I started. Oh my God. We get them younger, we get them older. Our most senior guide still working, I think, is in his 80s. Oh my goodness. So, it's just great. There's no limits on how long you can stay or how much you can do. And the challenge graduates to your level. Yeah. So if you want to just paddle around and enjoy the day, that's great. If you want to train yourself up for a little bit more of an excitement level, then you can certainly do that too. Wow, fabulous. Some of our guides here are Olympic caliber. They actually compete at Olympic level. Oh my God. That's very exciting. Yes. Yeah, that's a
very good example. Like the 80 people were like in their 80s, they are still here. That means they are really liking this one. All right, thank you so much. You're welcome. It's a pleasure to meet you. I didn't get your name. My name is Neha. Neha, it's nice to meet you. Nice to meet you. Maybe you guys will be on my trip. Yeah. ജിതിനാണ് ഞങ്ങളുടെ ഈ ടൂർ ഫുൾ കോർഡിനേറ്റ് ചെയ്തത്. ഫുഡ്, അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തതും എല്ലാം ചെയ്യുന്നത് ജിതിൻ തന്നെയാണ്. അപ്പം ഇപ്പോൾ അവിടെ നമ്മുടെ ഗ്രൂപ്പിനെ അവിടെ രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പം അവർ വെയ്വർ ഫോം എല്ലാവരും സൈൻ ചെയ്തിട്ടുണ്ടോ, കൂടാതെ നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻസ് എന്താണ്, എങ്ങോട്ട് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് അവർ തന്നെയാണ് ഓരോരുത്തർക്കും ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുക്കുന്നതും അത് ബക്കിൾ ചെയ്യുന്നതും അത് ടൈറ്റൻ ചെയ്യുന്നതുമെല്ലാം. റാഫ്റ്റിങ്ങിനും പോകുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഓറിയൻറ്റേഷൻ സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ഈ റാഫ്റ്റിങ്ങിൽ സംഭവിക്കാവുന്ന ചലഞ്ചസിനെ പറ്റിയും എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നതിനെ പറ്റിയും വളരെ നന്നായിട്ട് ഇവരുടെ ടീമിൽ നിന്നുള്ള ടീം മെമ്പേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതുകൂടാതെ ഇവരുടെ ലൈഫ് ഗാർഡ്സ് 3 പേര് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെയുണ്ട്. എപ്പോഴും ഒരാൾ ഫ്രണ്ടിലും ഒരാൾ മിഡിലും ഒരാൾ ഏറ്റവും ബാക്കിലുമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അവരത് നന്നായിട്ട് മാനേജ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എല്ലാം സെറ്റായിരിക്കുകയാണ് നമ്മുടെ റിവറിനകത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റിവറിനകത്തോട്ട് കൊണ്ടുവന്ന 3 ഡിഫറെൻറ്റ് ബസ്സസ് ഉണ്ട്. അപ്പം ക്രൗഡ് അനുസരിച്ച് എല്ലാവരും ഡിഫറെൻറ്റ് ബസ്സിൽ കയറും. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ റിവറിൻ്റെ സൈഡിലോട്ട് പോകുന്നത്. അവിടെ നമുക്ക് ഡ്രാഫ്റ്റും കാര്യങ്ങളെല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. നല്ലതായിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. കോവിഡിൻ്റെ സമയം കംപ്ലീറ്റ് കഴിയാത്തത് കൊണ്ട് മാസ്ക് അവർ സ്ട്രിക്ട്ലി എൻകറേജ് ചെയ്തേക്കുവാണ്. റിവറിൽ ഇറങ്ങിയിട്ട് നമുക്ക് മാസ്ക് വേണമെങ്കിൽ മാറ്റാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ നമ്മളുടെ കയ്യിൽ ഒരു ബക്കറ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം അടച്ച് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്ത് സൂക്ഷിക്കാം. ഇൻ കേസ് വാട്ടർ സ്പ്ലാഷ് ഉണ്ടായി ഫുഡും കാര്യങ്ങളൊന്നും നശിച്ചു പോകാതെയും മാസ്കും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പം നമുക്ക് ബസ്സിൽ കയറി പോകാമല്ലോ. അപ്പോൾ നമ്മുടെ ആ റിവറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റാഫ്റ്റ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടുന്ന് റാഫ്റ്റ് എടുക്കുക, ഒരു പാഡിൽ എടുക്കുക. പിന്നെ നമ്മൾ ഭയങ്കര കുഴച്ചിലൊക്കെ ആണെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് കണ്ടറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന റിവർ. നമ്മൾ ഒരു ഓൾമോസ്റ്റ് 1.5 hour ബസ്സിലാണ് ഇവിടെ വരെ വന്നത്. എല്ലാവരും ഇവിടെ റെഡിയാണ്. സൺസ്ക്രീനൊക്കെ ഇട്ട് എല്ലാവരും പ്രിപ്പറേഷൻ മോഡിലാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് കാണാനുള്ളത്. അതുപോലെ ഈ വാട്ടറുമായിട്ടുള്ള ചലഞ്ചസിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്.
പോക്കനോ മൗണ്ടൻസിൻ്റെയും അപ്പാഷ്യൻ മൗണ്ടൻസിൻ്റെയും ഇടയിലൂടെയാണ് ഈ ലീഹായ് റിവർ ഒഴുകുന്നത്. അപ്പോൾ ഈ ലീഹായ് റിവറിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ മനോഹരമായ ബ്യൂട്ടിഫുൾ സീനറീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സീനറീസിനെ കുറച്ചുകൂടെ കൂടുതൽ ദൃശ്യം വരുന്നതോടുകൂടി നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മുടെ മൈൻഡിലേക്കും നമ്മുടെ സോളിലേക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ വാട്ടർ റാഫ്റ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയ വാട്ടറിൻ്റെ ഒരു ഗഷൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് പതുക്കെ തുഴഞ്ഞ് പോയി കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ വീക്കെൻഡുകളിൽ ഡാം വാട്ടർ റിലീസ് ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഡാമുണ്ട്. അവിടെ നിന്നുള്ള വാട്ടർ റിലീസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കുത്തൊഴുകുന്ന വെള്ളം നമുക്ക് ഇവിടെ വരും. അപ്പം കുറച്ചുകൂടെ ഡേഞ്ചറസും കുറച്ചുകൂടെ ചലഞ്ചിങ്ങുമാണ് ആ സിറ്റുവേഷനിൽ ഈ റാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ആഴമില്ലാത്ത സ്ഥലങ്ങളിൽ ടൂർ ഗൈഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്കിറങ്ങി സ്വിം ചെയ്യാം. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള വാട്ടർ എൻ്റർടൈൻമെൻറ്റ്സിനും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അപ്പോഴത്തേക്ക് റാഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി ആ വെള്ളത്തിൻ്റെ ആ ഫീല് അനുഭവിക്കാറും എൻജോയ് ചെയ്യാറുമുണ്ട്. ഈ റാഫ്റ്റിൽ നമുക്ക് ചെറിയ ബക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം ബക്കറ്റ്സ് എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ച് ഗ്രൂപ്പ്സായിട്ട് പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിന് വെള്ളം ഒഴിക്കും. അപ്പോൾ ഇതിൻ്റെ ചലഞ്ചിനും അതിൻ്റെ വാശിക്കും അപ്പുറത്തെ ഗ്രൂപ്പിൽ വെള്ളം ഒഴിക്കും. അങ്ങനെ അതൊരു ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റാണ് അവിടെ. ഇവിടെ ലഞ്ച് ബ്രേക്കിനായിട്ടൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ ഈ റാഫ്റ്റൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് ഞങ്ങളുടെ ഒരു ലഞ്ച് പീനട്ട് ബട്ടർ ജെല്ലി സാൻഡ്വിച്ചാണ്, അത് കഴിക്കുവാണ്. മനോഹരമായിട്ടുള്ള ഈ പുഴയുടെ തീരത്ത് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ മതിയാവോളം ആസ്വദിച്ച് ഇങ്ങനെ ലഞ്ചൊക്കെ കഴിക്കാൻ വളരെ സുഖമുള്ളൊരു കാര്യമാണ്. അതെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പെൻസിൽവാനിയയിൽ സ്പ്രിങ്ങിൽ, സമ്മറിൽ, ഫോളിൻ്റെ സീസണിൽ വൈറ്റ് വാട്ടർ ചലഞ്ചേഴ്സ് റാഫ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോളിൻ്റെ സമയത്ത് ഒരു രക്ഷയും കാണത്തില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ മരങ്ങളുടെ എല്ലാം കളർ ചേഞ്ചസും എല്ലാം കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മുടെ കൂടെയുള്ള ടൂർ ഗൈഡ് ആണെങ്കിൽ റിവറിനകത്തുള്ള വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്ത് അവർ കടലിൽ കൊണ്ട് അതിൻ്റെ ട്രാഷിൽ ഡംപ് ചെയ്യുന്നൊരു പ്രകൃതിയെ സംരക്ഷിക്കാൻ അവർ തന്നെ ശ്രമിക്കുന്നതും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതും നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ളൊരു പാഠമാണ്. ഇതൊരു ഫാമിലി ബേസ്ഡ് റാഫ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ 8 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ്. ലിയായ് റിവറിൻ്റെ കുറച്ച് ഭാഗം, അതായത് ഏകദേശം ഒരു 1.5-2 മൈല് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യുക. അതാണ് ഈ റാഫ്റ്റിങ്ങിൻ്റെ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ഏറിയ. അതിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള സീനറീസ് പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട് കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട്. വീക്കെൻഡ്സിൽ ഇവർ പെർ ഹെഡ് $63 ചാർജ് ചെയ്യുന്നത്. വീക്ക് ഡേയ്സിൽ $58 ആണ്. അപ്പോൾ നിങ്ങളിവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോവുക.
നമ്മുടെ മാരുതി 800 നമ്മൾ വരുന്നുണ്ട്. ഞങ്ങൾ നീന്തിയാ വരുന്നത്. നിങ്ങളിങ്ങനെ കൈ കാണിച്ചോണ്ടിരുന്ന ആഴുണ്ട്. കാലെത്തുന്നില്ല, കാലെത്തുന്നില്ല. ഫുള്ള് സപ്പോർട്ട് തല ഇതാ ഫണ്ണ്. ഓക്കെയാണോ? ഓക്കെയാണോ? കല്ലിലോട്ട് പോവാം. വലുത്ത് പിടിച്ചോ. അങ്ങനെ ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ചലഞ്ചിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ നമുക്ക് അവിടെ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് ഷവർ ചെയ്യാനുള്ള സെൻറ്റേഴ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ ട്രാഷ് റീസൈക്കിൾ ചെയ്യാനുള്ള സെൻറ്ററുകളും അവിടെ ഉണ്ട്. അതുകൂടാതെ ഇവിടെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടും പ്രത്യേകം സജ്ജീകരിച്ച സെറ്റപ്പുകളുണ്ട്. അവിടെ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ഗുഡ് ബൈ.